ഹലോ എവ്രി വൺ, ഗുഡ് ഡേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് വൾണറബിലിറ്റി ആണ്. ബ്രോക്കൺ ആക്സസ് കൺട്രോളിൻ്റെ ഒക്കെ ഒരു കാറ്റഗറിയിൽ പെടുന്ന, പക്ഷെ അണ്ടർലൈൻ കോസ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വൾണറബിലിറ്റി ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വൾണറബിലിറ്റിയെ നമുക്ക് വേണമെങ്കിൽ ബ്രോക്കൺ ആക്സസ് കൺട്രോൾ വയ lack or broken access control due to lack of canonical path validation അല്ലെങ്കിൽ absolute path validation എന്നൊക്കെ വിളിക്കാം. അപ്പോൾ എന്താണ് ഈ canonical path validation, എന്താണ് ഈ absolute validation എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് നമ്മളത് ഡീപ്പായിട്ട് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനു മുന്നേ ആ, ഞാൻ ആ ഒരു ബഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടി ഒരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ബഗ് കിട്ടിയ ഒരു വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷനിൽ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ്, മൾട്ടിപ്പിൾ പേജസ് എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ എനിക്ക് ഈ ബഗ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത കപ്പിൾ ഓഫ് ഫീച്ചേഴ്സ് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഞാൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ദർ ഇസ് എ ഹോം പേജ് ആൻഡ് ദർ ഇസ് എ ഇൻഫർമേഷൻ പേജ് ആൻഡ് ദർ ഇസ് എ അഡ്മിൻ ലോഗിൻ പേജ്. അപ്പം ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും. അഡ്മിൻ ലോഗിൻ ഉണ്ടെങ്കിൽ അഡ്മിന് മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടാവും. പിന്നെ ദർ വിൽ ബി ഇൻഫർമേഷൻ ദാറ്റ്സ് ആക്സസിബിൾ ടു ദ entire people, like who people without authentication, like publicly accessible information ഉണ്ടാവും. അപ്പം അതാണ് ഈ സിനാരിയോ. അപ്പം ഇങ്ങനെയുള്ള ഒരു സിനാരിയോയിൽ നിന്ന് ഞാൻ എങ്ങനെ അഡ്മിന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ഫെച്ച് ചെയ്തു എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ നോർമലി കാണുന്ന പോലെ കുക്കി സ്വിച്ച് ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് വൾണറബിലിറ്റി ഒന്നും അല്ല. അപ്പം ഇതൊരു കൈൻഡ് ഓഫ് നമുക്ക് ഡയറക്ടറി ട്രാവേഴ്സൽ എന്ന് വിളിക്കാൻ പറ്റില്ല. ഇതൊരു ലോജിക്കൽ ഫ്ലോ ആണ്. ഈ ഡെവലപ്പർ ഈ ഓതറൈസേഷൻ കോഡ് എഴുതുന്നതിൽ ഉണ്ടായിട്ടുള്ള ഒരു ലോജിക്കൽ ഫ്ലോ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അഡ്മിൻ്റെ ഡാറ്റ നമ്മൾ ഫെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ഈ കനോണിക്കൽ പാത്ത് വാലിഡേഷൻ അല്ലെങ്കിൽ എന്താണ് ഈ ആബ്സല്യൂട്ട് പാത്ത് എന്നുള്ളതൊക്കെ അറിയണം. അത് ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. സി, നമ്മൾക്കിപ്പം ഇമാജിൻ google.com ഒരു ടെസ്റ്റ് ആൻഡ് ഒരു ടെസ്റ്റ് 1 എന്നുള്ളൊരു ഇതുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പാത്ത് ട്രാവേഴ്സ് ചെയ്യാനുള്ള രണ്ട് ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പൊതുവേ ഇത് നമ്മൾ ഒരു പ്രോസസ്സർ യൂണിറ്റിനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പ്രോസസ്സിങ് ചെയ്യുന്ന സെർവറിനോ കൊടുത്തു കഴിഞ്ഞാൽ അത് ഐഡിയലി ഇതിനെ ആബ്സല്യൂട്ട് പാത്ത് പറഞ്ഞാൽ ഇതെന്താണ് റിസോൾവ് ആയിട്ട് വരുന്നത്, ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണ്, അതിലേക്ക് റിസോൾവ് ചെയ്തിട്ടാണ് പൊതുവെ എന്താ പറയുക എല്ലാ പ്രോസസ്സിങ്ങും നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി റിസോൾവിങ് ദ URL. അപ്പോൾ ഇത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും അല്ലേ. നമ്മൾ 2 റൗണ്ട് ബാക്ക് ട്രാവേഴ്സൽ ചെയ്യും. അതായത് ആദ്യം ഇവിടെ എത്തും, പിന്നെ ഇവിടെ എത്തും. ഓക്കെ, സോ വിൽ റീച്ച് ദ വെബ് റൂട്ട് and then whatever processing is happening will happen on this path, this endpoint. അപ്പം ഇതാണ് അതിൻ്റെ ആബ്സല്യൂട്ട് പാത്ത്. ഇതതിൻ്റെ റിലേറ്റീവ് പാത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ടെമ്പററി ആയിട്ടുള്ള പാത്ത്. അത് റിസോൾവ് ചെയ്ത് കിട്ടുന്ന ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനാണ് അതിൻ്റെ ആബ്സല്യൂട്ട് അല്ലെങ്കിൽ കനോണിക്കൽ പാത്ത്. അപ്പം ഈ ഒരു സിനാറിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ബഗ്ഗിലേക്ക് പോവാം. അപ്പം ഈ ബഗ് അറിയണമെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസും കൂടി അറിയണം. ഈ ഒരു പെർട്ടിക്കുലർ സിനാറിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തതിൽ നിങ്ങൾ ഈ URL-ലേക്ക് നോക്കിയാൽ കാണാം. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറി ഉണ്ട്. അതിൽ പേജസ് ആൻഡ് അതിൽ വേറെ കുറച്ച് ഡയറക്ടറീസ്. ഇൻസൈഡ് ദാറ്റ് ദർ ഈസ് all.html. സോ ഇവിടെ നിങ്ങൾ രണ്ട് കാര്യം നോട്ട് ചെയ്യണം. /static /pages. ഇപ്പം എല്ലാ ഫയൽസ് ഇൻസൈഡ് ഈ ഒരു ഡയറക്ടറി ഡസ് നോട്ട് റിക്വയർ auth. ഓൾറൈറ്റ്, അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വാലിഡേറ്റ് ചെയ്യാം. ഞാൻ ഇൻഫർമേഷനിൽ പോയാലും സ്റ്റാറ്റിക് പേജസ് യൂസർ വ്യൂ info.html ആൻഡ് ഇവിടെ പോയാലും pages.html. Now we have to understand
what are the resources accessible to admin alone, which is not accessible to any other user. So അത് കാണണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇൻസ്പെക്ട് എലമെന്റ് ഓർ ഇൻസ്പെക്ട് എലമെന്റ് വേണ്ട വ്യൂ സോഴ്സ് ചെയ്യാം. View page source, and you can see there is a .js file, and if you go inside .js file, you can see it's accepting username and password, and then it's sending it to the server via this API endpoint. And if the username and if the login is success, it's just redirecting user to /static/admin. അപ്പം /static/admin എന്ന് പറയുന്ന endpoint requires authentication, right? So നമുക്കിവിടെ പോയിട്ട് അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് കളയാം. Require auth. So this information will come handy when we go further ahead. So just keep these points in mind. These are the two endpoints that are critical for this scenario. So നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ആ ഒരു എൻഡ് പോയിന്റിലേക്ക് പോയി നോക്കാം. സ്റ്റാറ്റിക് അഡ്മിൻ നമുക്ക് ആക്സസ് ഡിനൈഡ് എന്ന് പറയുന്ന റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ദിസ് പെർട്ടിക്കുലർ എൻഡ് പോയിന്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ആൻഡ് ഓൺലി അഡ്മിൻ വിത്ത് അഡ്മിൻ ടോക്കൺ ക്യാൻ ആക്സസ് ദിസ് എൻഡ് പോയിന്റ്. സോ അതാണ് നമ്മളുടെ സിനാരിയോ. ഇനി എങ്ങനെയാണ് ഇത് ഞാൻ ബൈപ്പാസ് ചെയ്തതെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പം നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ഈ ഒരു ബഗ്ഗിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പർ ഇതിൻ്റെ ഓത്തറൈസേഷൻ ലോജിക്കിൽ എഴുതിയ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്. അപ്പം ഈ ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, while checking for authentication, the code only checks for this endpoint. So for example, ഇപ്പം unauthenticated ആയിട്ട് ആക്സസ് ഉള്ള whatever data that comes after these pages, the logic is written in such a way that it allows access directly, and whatever data that comes inside /static/admin requires authentication. So that's the scenario. So ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോഡ് when I'm sending something like this, ഞാൻ കാണിച്ചു തരാം. സോ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ you have to focus a little bit. So let me show you here. So ഇതാണ് നമ്മൾ unauthenticated endpoint. Now imagine I'm traversing backward till static. So മൂന്ന് back traversal ചെയ്തു. So I reached here, and from there I'm trying to access admin. Okay, so admin, sorry, admin. ഇനി ഈ ഒരു സിനാരിയോ വർക്ക് ആവേണ്ടതാണ്, because that's how the logic is set in this particular scenario, and it successfully worked for me when I pen tested, or like when I was doing bug bounty on that particular platform. So നിങ്ങൾക്ക് കാണാം ഇവിടെ മൂന്ന് ടൈം ബാക്ക് ട്രാവേഴ്സ് ചെയ്തു. അപ്പം ഞാൻ ഇവിടെ കുറച്ച് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഇവിടെ ഒരു കോൺഫിഗറേഷൻ ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. .html കോൺഫിഗറേഷൻ ഫയൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ മുന്നേ പെൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു എൻഡ് പോയിന്റിൽ കുറച്ച് അഡ്മിൻ റിലേറ്റഡ് ഡാറ്റ ഫെച്ച് ചെയ്യുന്ന പാത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ പാത്ത് കൊടുക്കുമ്പോൾ അഡ്മിന് മാത്രം കാണാൻ പറ്റുന്ന ഡാറ്റ എനിക്ക് കാണാമായിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കോൺഫിഗറേഷൻ HTML ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് ഡയറക്റ്റ് നമ്മൾ നോക്കുന്നതിന് മുന്നേ നമുക്കിതൊന്ന് ജസ്റ്റ് ബ്രൗസറിൽ കൊടുത്തു നോക്കാം. അപ്പം ബ്രൗസറിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഡിനൈഡ് എന്നാണ് പറഞ്ഞ റിസൾട്ട് വരുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രൗസർ ഇൻപുട്ട് എടുക്കും, നമ്മൾ കൊടുത്ത URL എടുക്കും, ആൻഡ് ഇഫ് ദർ ഈസ് പാത്ത് ട്രാവേഴ്സൽ characters inside that, it will itself resolve.
സോ ഇത് കണ്ടോ, ഇത് ആ 3 ടൈംസ് ബാക്കോട്ട് വന്ന് സ്റ്റാറ്റിക്കിൽ വന്നു, അതിനുശേഷം അഡ്മിൻ ആഡ് ചെയ്ത് config ഡോട്ട് എച്ച് ടി എം എൽ വെച്ച് അയച്ചു. സോ നൗ വെൻ ദ ബാക്ക് ആൻഡ് കോഡ് ചെക്സ്, the request is coming from /static/admin, and it's trying to access config.html from there. So it will say authentication required, access denied. Now browser ഇങ്ങനെ ചെയ്യുമെങ്കിലും നമുക്ക് we can use n number of tools to send it without skipping that path traversal and path traversal parameters. So അതിന് നമുക്ക് wget യൂസ് ചെയ്യാം, curly യൂസ് ചെയ്യാം, even burp also we can use. So ഇവിടെ ഞാൻ burp ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. So I'll just set up my proxy quickly. Alright, now I'll reload this page. Okay. Uh, okay. ഞാൻ ബർപ്പിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം ദിസ് ഈസ് ദ റിക്വസ്റ്റ് ഐ ക്യാപ്ചേർഡ് ഇൻ ബർപ്പ്, സെൻഡിങ് ഇറ്റ് ടു റിപ്പീറ്റർ, ആൻഡ് നേരത്തെ കാണിച്ചു തന്ന പോലെ സെയിം പാത്ത് ട്രാവേഴ്സിൽ ഇവിടെ ട്രൈ ചെയ്യാണ്. അപ്പോൾ പാത്ത് ട്രാവേഴ്സ് ചെയ്ത് 3 ടൈംസ് പാത്ത് ട്രാവേഴ്സ് ചെയ്ത് സ്റ്റാറ്റിക്കിലെത്തി, അവിടെ നിന്ന് admin സ്ലാഷ് config ഡോട്ട് എച്ച് ടി എം എൽ. റൈറ്റ്, സി. അപ്പം നിങ്ങൾ നേരത്തെ കണ്ടിരുന്നു, ഞാൻ ബ്രൗസറിൽ കൊടുത്തപ്പം ഇത് റിസോൾവ് ആയി അതിൻ്റെ ആബ്സല്യൂട്ട് പാത്തിലേക്ക് വന്ന്, എന്നിട്ടാണ് ബ്രൗസറിൽ നിന്ന് സെർവറിലേക്ക് റിക്വസ്റ്റ് പോയതും അവിടെ നിന്ന് വാലിഡേഷൻ നടന്നതും. പക്ഷേ ഞാൻ ഡയറക്റ്റ്ലി ഇത് സെർവറിലേക്ക് വിടുമ്പോൾ സെർവർ അത് റിസോൾവ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ഇറ്റ്സ് ജസ്റ്റ് ചെക്കിംഗ് വെദർ ദ റിക്വസ്റ്റ് ഈസ് കമ്മിങ് ഫ്രം static/pages. സോ static/pages നിന്നാണ് വരുന്നതെങ്കിൽ ഇറ്റ്സ് ഡയറക്റ്റ്ലി giving you the result bypassing all the authorization checks. So authorization or authentication we can say. So രണ്ട് ചെക്കുകളും bypass ആയി നമുക്ക് internal content കിട്ടുന്നുണ്ട്. സോ ഇൻ ദിസ് വേ ഇവിടെ ഞാൻ ഫോർ ഡെമോൺസ്ട്രേഷൻ പർപ്പസ് ഞാൻ കുറച്ച് ക്രിഡൻഷ്യൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ബഗ് ബൗണ്ടി ചാലഞ്ചിൽ കിട്ടിയ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഡ്മിൻ റെസ്ട്രിക്റ്റഡ് ഡാറ്റ ആയിരുന്നു. അപ്പം ആ ഡാറ്റ എനിക്ക് ഒരു ക്രിട്ടിക്കൽ ഡാറ്റ ആയിരുന്നു. ലോവർ പ്രിവിലേജ് യൂസർ അല്ലെങ്കിൽ അൺഒതൻറ്റിക്കേറ്റഡ് യൂസറിന് കാണാൻ പറ്റാത്ത ഡാറ്റ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിത്തൗട്ട് ഒതൻറ്റിക്കേഷൻ നമുക്കത് ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ബഗ്. സോ ഇൻ സിമിലർ സിനാരിയോ കുറച്ച് മീനിങ് ഫുൾ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ക്രിഡൻഷ്യൽസ് ഈ ഒരു കോൺഫിഗറേഷൻ പേജിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്, സോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള സിനാരിയോസിൽ നമുക്ക് ഒതൻറ്റിക്കേഷൻ ബൈപ്പാസ് ചെയ്ത് നമുക്ക് എന്താ പറയുക, അഡ്മിൻ റെസ്ട്രിക്റ്റഡ് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾറൈറ്റ്, ഓക്കെ. സോ ഇൻ ആൻ ഐഡിയൽ സിനാരിയോ ഈ ലോജിക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഏത് റിക്വസ്റ്റ് കിട്ടിയാലും സെർവർ ഷുഡ് റിസോൾവ് ഇറ്റ് ടു its absolute or its final path, and only after that all the logic should be applied onto the endpoint. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബൈപ്പാസുകൾ പോസിബിൾ ആണ്. ആൻഡ് even though authentication and authorization exists, it can be bypassed. അപ്പം ഹോപ്പ്ഫുള്ളി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു ഇൻഫർമേഷൻ ആഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള ബഗ്ഗുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ ഇഫ് യു വാണ്ട് ടു know more about the bug, you can like if there is any questions, you can go ahead and comment to the video, and if you like this video, please go ahead and subscribe and like. All right, ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഇതുവരെ ഗുഡ് ബൈ.